അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് സാമ്പാറാക്കിയാലോ. അപ്പോൾ അതിന് എടുത്തിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ് ഞാൻ ഈ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് എടുത്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ്, ഏത്തക്കായ, മുരിങ്ങക്കായ, ചേന, ബീൻസ്, കൊത്തവര, ആകാശവല്ലരി, കയ്പങ്ങ, ക്യാരറ്റ്, പൊട്ടാറ്റോ, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി, കുറച്ച് ശർക്കര, കറി ലീവ്സ്, മല്ലിച്ചപ്പ്, പച്ചമുളക്, വെണ്ടക്ക അവസാനം ഞാൻ ചേർക്കാറുള്ളൂ. അത് എണ്ണയിലൊന്ന് വറുത്ത് എടുത്തു വെക്കും, അവസാനം ഞാൻ ചേർക്കാറ്. പിന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ പൊടികൾ: സാമ്പാർ പൗഡർ 1.5 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, മഞ്ഞൾ 1/2 സ്പൂൺ, ആവശ്യത്തിന് വെള്ളം. പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് കടുക്, ഉലുവ, ചെറിയ ഉള്ളി, പിന്നെ കായപ്പൊടി. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറവിടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പരിപ്പ് വേവിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പെടുക്കാം. പരിപ്പെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ അടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ബാക്കിയുള്ള വെജിറ്റബിൾസും നമുക്ക് ചേർക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വെണ്ടക്ക ആദ്യം വഴറ്റി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ വെണ്ടക്ക നല്ല ചൂടായതിനു ശേഷം ഞാൻ വെണ്ടക്ക കൊടുത്ത് വാടിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ പാനിൽ നിന്നും കടലിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കറി ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നേരത്തെ എടുത്തു വെച്ച മറ്റു പൊടികൾ എണ്ണയിലിട്ടൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. അത് കരിയരുത്. കഴിഞ്ഞാൽ അതിൻ്റെ രുചി പൊടികളിൽ ഞാൻ കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. സവാള ഒന്ന് വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചക്കയുടെ ഒരു സൈഡിലേക്ക് നല്ല വറുത്താൽ ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. നല്ലൊരു സ്മെല്ലാണ് സാമ്പാർ. നിങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കുന്നത് ഈ രീതിയിലായിരിക്കില്ല. ഞാൻ ഈ മെത്തേഡിലാണ്, പല മെത്തേഡിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് വറുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് ആറി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പൊടി പിഴിഞ്ഞത് ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ചേർത്ത് വെച്ച് കൊടുക്കാം.
നേരത്തെ വറുത്ത് വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കുക്കർ അടച്ച് വെച്ച് വിസിലടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ആവി കളഞ്ഞ് നമുക്ക് വറവിടാം.